ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. അഭിവന്ദിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയം 1-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. കഷ്ടാ തേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിത മയാ നൈവമദ്യാപി ജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. സന്ധിവിച്ഛേദം. കഷ്ടാ തേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇതി ഏവം പൂർവം ആലോചിതം അജിത മയാ ന ഏവം അദ്യ അഭിജാനേ. നോ ചേത് ജീവാഃ കഥം വാ മധുരതരം ഇദം ത്വദ്വപുഃ ഛിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈഃ ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഹേ അജിത, അല്ലയോ ആരാലും ജയിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത ഭഗവൻ. തേ സൃഷ്ടിചേഷ്ട കഷ്ട, അങ്ങയുടെ സൃഷ്ടി വ്യാപാരം കഷ്ടമാണ്. എന്തെന്നാൽ ജീവഭാജാം, അത് ജീവജാലങ്ങൾക്ക് ബഹുതര ഭവഖേദാവഹ, വളരെ വളരെ പ്രകാരത്തിലുള്ള സംസാര ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ഇതി ഏവം, ഇപ്രകാരം മയാ പൂർവം ആലോചിതം, എന്നാൽ മുമ്പ് ആലോചിക്കപ്പെട്ടിട്ടുണ്ട്. അദ്യ ന ഏവം അഭിജാനേ, എന്നാൽ ഇന്നോ ഞാൻ അപ്രകാരം ചിന്തിക്കുന്നതേയില്ല. നോ ചേത്, അതായത് സൃഷ്ടി ഉണ്ടാകാതിരുന്നിരുന്നു എങ്കിൽ, ജീവാഹ കഥം വാ, ജീവികൾ എപ്രകാരമാണ്, ചിദ്രസാർദ്രം മധുരതരം ഇദം ത്വദ്വപുഃ, ചിത്തും രസവും ജ്ഞാനവും ആനന്ദവും. ആചാര്യന്മാര് പറയും, എവിടെ ജ്ഞാനവും ആനന്ദവും പറയുന്നു അവിടെ സത്ത് തന്നെയാണ്, സത്തുമുണ്ട്. സച്ചിദാനന്ദ സ്വരൂപം ആയിരിക്കുന്ന, അതുകൊണ്ട് ആർദ്രമായിരിക്കുന്ന, മധുരതരം അത്യന്തം മനോഹരമായിരിക്കുന്ന ഇദം ത്വദ്വപുഃ, അങ്ങയുടെ ഈ ശരീരത്തെ നേത്രൈഹി ശ്രോത്രൈഹി പീത്വാ, കണ്ണുകൾ കൊണ്ടും കർണങ്ങൾ കൊണ്ടും കുടിച്ചിട്ട് പാനം ചെയ്തിട്ട്, പരമരസസുധാംഭോധിപൂരേ രമേരൻ, പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിന്റെ ഇളക്കത്തില് എങ്ങനെയാണ് ആഹ്ലാദം കൊള്ളുക, രമിക്കുക. അപ്പോ ഭഗവാനെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് വേണ്ടിയിട്ടും കൂടി പറയുകയാണ്. ഭട്ടതിരി ഭഗവാനോട് സംവദിക്കുകയാണല്ലോ. എന്താ പറയുന്നത്? ഹേ അജിത, അങ്ങക്ക് യാതൊരു ദുഃഖങ്ങളില്ല, അങ്ങക്ക് യാതൊരു സ്വാതന്ത്ര്യക്കുറവുമില്ല, അല്ലെ, പാരതന്ത്ര്യം ഒന്നുമില്ല. അങ്ങയുടെ സൃഷ്ടി വ്യാപാരം കഷ്ടമാണെന്ന് ഞാൻ മുമ്പ് ചിന്തിച്ചിരുന്നു. അതെന്താ ഭട്ടേരി അങ്ങനെ? അതെന്താന്ന് വെച്ചാല്, ജീവഭാജം, അത് ജീവികൾക്ക് ബഹുതര ഭവഖേദാവഹ, വളരെ വളരെ പ്രകാരത്തിലുള്ള സംസാര ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ഭഗവാനെ? അങ്ങ് ഈ ലോകത്തിലേക്ക് നോക്കുന്നില്ലേ? ദുസ്സഹമല്ലേ കാഴ്ച? ഈ ജീവജാലങ്ങൾ എല്ലാവരും പല തരത്തില്
കഷ്ടപ്പെടുന്നതായി അങ്ങക്ക് കാണാകുന്നില്ലേ? അപ്പോ സൃഷ്ടി ഉണ്ടായത് കൊണ്ടാണ് അങ്ങ് ഈ ജീവജാലങ്ങള് ഇങ്ങനെ ദുഃഖിക്കുന്നതെന്ന് ഇതി ഏവം ഇപ്രകാരം ഞാൻ മുമ്പ് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോ വാദവ്യാധി പിടിപെട്ടിട്ടാണല്ലോ ഭഗവാന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അനുജനാണല്ലോ എഴുതിയെടുക്കുന്നത്. സ്വന്തമായിട്ട് എനിക്ക് എഴുതുവാൻ പോലും സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ. അപ്പോ മറ്റൊരാളെ ആശ്രയിക്കുകയാണ്. അതിലും വലിയൊരു ദുഃഖം എന്തുണ്ട്? ഭഗവാൻ കാണുന്നില്ലേ? ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിലും ഇതാ ഞാൻ ഇവിടെ വന്നിരുന്ന് ഭഗവാനിൽ സർവസമർപ്പണം ചെയ്ത് ശ്രീമദ് ഭാഗവത പാലാഴി അങ്ങനെ മനസ്സിൽ കടയുമ്പോ, ഭഗവാനെ എന്റെ ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോ അദ്യന ഏവം അഭിജാനി, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതേ ഇല്ല. ഈ സൃഷ്ടി ഉണ്ടാകാതിരുന്നിരുന്നുവെങ്കിൽ, ഭഗവാൻ തന്നെ തന്നെ പലതാക്കി തീർക്കാതിരുന്നിരുന്നുവെങ്കിൽ, ഈ ദിവ്യ വിഗ്രഹം ഉണ്ടാകാതിരുന്നിരുന്നുവെങ്കിൽ, ജീവജാലങ്ങള് എപ്രകാരമാണ് ചിദ്രസാർദ്രം, ചിത്ത് ജ്ഞാനം. ഭഗവാന്റെ ശരീരം കർമ്മബദ്ധമല്ല, ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. ഭഗവാൻ സ്വേച്ഛയാ സ്വന്തം ഇച്ഛപ്രകാരമാണ് ഭഗവാൻ രൂപം സ്വീകരിക്കുന്നത്. കർമ്മബദ്ധനല്ല ഭഗവാൻ. അപ്പോ അത്രയും ആ ജ്ഞാനവും ആ രസം, സാരം, ആനന്ദവും അങ്ങനെ ഊർന്നിറങ്ങുന്ന അല്ലെ, ആർദ്രമാക്കുന്ന ആ രണ്ടും ഭഗവാന്റെ ആ ദിവ്യ വിഗ്രഹത്തിൽ ഇങ്ങനെ നോക്കുമ്പോ ഹൃദയത്തിൽ വല്ലാത്തൊരു ആർദ്രത കിനിയുന്നുണ്ട്. അങ്ങനെ മധുരതരമായിരിക്കുന്ന, അത്രയും ജനങ്ങൾക്ക് കൗതുകമായിരിക്കുന്ന ഈ ദിവ്യ വിഗ്രഹം, ഈ ദിവ്യ വിഗ്രഹം നേത്രേഹി, കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് മതിവന്നവരാരുണ്ട്? എല്ലാ പേർക്കും ഭഗവാനെ കണ്ണുകൾ കൊണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാൻ, ആനന്ദം നുണയുവാൻ ആഗ്രഹമുണ്ട്. ശ്രോത്രേഹി പീത്വ, കാതുകൾ കൊണ്ടും കോരി കുടിച്ചിട്ട്. അപ്പോ എങ്ങനെയാ പട്ടേരി, ഇപ്പോ കാതുകൾ കൊണ്ട് എന്തെങ്കിലും കോരി കുടിക്കുവാൻ സാധിക്കുമോ? കണ്ണുകൾ കൊണ്ടും അതെങ്ങനെയാ അല്ലെ? കാതുകൾ കൊണ്ട് ഭഗവാനെ സത്സംഗങ്ങളിലേക്ക് പോകുമ്പോ, ഭഗവാന്റെ മധുരതരമായ വർണ്ണനകള് സജ്ജനങ്ങളുടെ മുഖത്തു നിന്ന് പ്രവഹിക്കുമ്പോ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രവഹിക്കുമ്പോ, ആ വാക്കുകൾ കാതുകൾക്ക് കുളിരായി മാറുന്നില്ലേ? അപ്പൊ കാതുകളും പാനം ചെയ്യുകയാണ്, കണ്ണുകളും പാനം ചെയ്യുകയാണ്. അങ്ങനെ പാനം ചെയ്തിട്ട് എന്തായി തീരുന്നു? പരമരസ സുധാംഭോധിപൂരേരമേരൻ, പരമാനന്ദം, സച്ചിദാനന്ദം, സാന്ദ്രാനന്ദ ആ തിരത്തള്ളല്, ആ പരമരസ സുധയാവുന്ന അംഭോധിപൂരേ, ആ ആനന്ദം, അതായത് സമുദ്രം പോലെ, കടൽ പോലെ സന്തോഷം. നൈമിഷികമായ സന്തോഷമല്ല ഇവിടെ വർണ്ണിക്കുന്നത്. ആനന്ദം, ആനന്ദക്കട്ട, അത് എങ്ങനെ ഹൃദയത്തിൽ അല്പമാത്രം കിട്ടിയാൽ പോലും വളരെ വലുതാണ്. അപ്പോ പിന്നെ ആ ഋഷിവര്യന്മാരുടെ കാര്യം പറയാനുമില്ല. എങ്ങനെ ആഹ്ലാദം കൊള്ളുമായിരുന്നു ഇതുണ്ടാകാതിരുന്നിരുന്നുവെങ്കിൽ എന്നാണ്. അപ്പോ ഭഗവാൻ ഒരു ദിവ്യമൂർത്തിയായിട്ട് വിളങ്ങി നിൽക്കുകയാണ് ശ്രീ ഗുരുവായൂരില്. അത് ബ്രഹ്മതത്വമാണ്. പക്ഷെ ആ ബ്രഹ്മത്തെ സാധാരണക്കാർക്ക് കാണുവാൻ പ്രയാസം തന്നെ, ഊഹിച്ചെടുക്കുവാൻ പ്രയാസം തന്നെ. അപ്പൊ ഭഗവാൻ സഗുണ സാകാര രൂപം സ്വീകരിച്ചു വന്ന് നിൽക്കുകയാണ്. ആ ഉണ്ണിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ജനങ്ങൾക്കുള്ളത് പറഞ്ഞറിയിക്കുക വയ്യ. അതിനെയാണ്, ആ ഭഗവാനെയാണ്, അതാണ് ഭഗവാന്റെ സ്വരൂപം. ആ സ്വരൂപം, ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവുമാണല്ലോ വർണ്ണിക്കുന്നത്. അപ്പൊ എന്താ ഭഗവാന്റെ മാഹാത്മ്യം? എപ്പോ ഭഗവാനെ കാണുന്നു അപ്പോ സംസാര ദുഃഖം മറന്നു പോകുന്നു. സംസാര ദുഃഖത്തിൽ പെട്ടു വലയുന്നവനാണെങ്കിൽ കൂടിയും എല്ലാം മറന്നിട്ട് തൻ്റെ ഉള്ളിലെ ആനന്ദത്തെ തിരഞ്ഞു തുടങ്ങുന്നു. അത് തന്നെയാണ് സത്സംഗങ്ങളുടെ എല്ലാം ലക്ഷ്യം. ഭഗവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഈ സത്സംഗം മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ സത്സംഗം ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.